ISL 11 വർഷങ്ങൾ പിന്നിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇവാൻ ആശാൻ അടക്കമുള്ള ചില മികച്ച പരിശീലകരുടെ കീഴിൽ മികച്ച സീസണുകൾ ആസ്വദിക്കാൻ കഴിഞ്ഞെങ്കിലും ഫൈനൽ വരെ എത്തിയെങ്കിലും ഒരു കിരീടം എന്ന സ്വപ്നം ഇന്നും തീരാ നിരാശയാണ്. 3 സീസണുകളിലും പ്ലേ ഓഫ് ഉറപ്പിച്ച കപ്പ് നേടാൻ കഴിയാത്തതുകൊണ്ട് ഇവാൻ ആശാനെ പുറത്താക്കിയ മാനേജ്മെന്റ് മൈക്കൽ സ്റ്റാറയെ കൊണ്ടുവന്നപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആരാധകർക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും ഇത് പരിശീലകർ മാറിയാൽ തീരാവുന്ന പ്രശ്നമല്ല എന്ന്. മറിച്ച് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആരാധകരെ ബഹുമാനിക്കുന്ന മോഹൻ ബഗാനെ പോലെയുള്ള മാനേജ്മെന്റ് വന്നാലേ ശരിയാകുള്ളൂ എന്നും. സോ കോച്ചിന്റെ അല്ല പ്രശ്നം, മാനേജ്മെന്റ് മാറിയേ പറ്റൂ. എന്നാൽ അടുത്ത സീസൺ മുതൽ മികച്ച ഓണേഴ്സ് വന്ന് മികച്ച പരിശീലകരുടെയും താരങ്ങളുടെയും കീഴിൽ നമുക്ക് പ്രതീക്ഷകൾക്ക് തുടക്കമിടാം. അല്ലാതെ ഇവാൻ ആശാൻ തിരിച്ചു വരാൻ എല്ലാവരും പറയുമ്പോൾ ഇവാൻ ആശാൻ ഈയൊരു മാനേജ്മെന്റിന്റെ കീഴിൽ ഇനിയും വന്നിട്ടും കാര്യമില്ല. ഈ നാറിയ മാനേജ്മെന്റ് കാരണം ഇവാൻ ആശാൻ ഇനിയും നാണം കെടേണ്ടി വരും. ഉള്ള താരങ്ങളെ വെച്ച് ഇവാൻ ആശാൻ അത്രയെങ്കിലും ചെയ്തപ്പോൾ സ്റ്റാറയ്ക്ക് ഇവാൻ ആശാന്റെ അത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം സ്റ്റാറയ്ക്ക് മികച്ച താരങ്ങൾ ഉണ്ടായാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അത് ഈ മാനേജ്മെന്റ് കൊടുക്കാൻ തയ്യാറല്ല. സോ ഈ പാവം സ്റ്റാറെ ഇനിയും തെറിവിളികൾ നേരിടേണ്ടി വരും. അല്ലാതെ ഈ താരങ്ങളെ കൊണ്ട് അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ സ്റ്റാറയ്ക്ക് ആകില്ല എന്ന് കണ്ടതാണ്. പിന്നെയുള്ളത് ഈ താരങ്ങളെ വെച്ച് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, അത് നമ്മുടെ പ്രിയപ്പെട്ട ഇവാൻ ആശാൻ തന്നെയാണ്. ഒരു വിളിക്കകലെ താൻ പറഞ്ഞെത്തുമെന്ന് വിടവാങ്ങുന്ന അന്ന് ഇവാൻ ആശാൻ പറഞ്ഞതാണ്. കാരണം തന്റെ വീടാണ് കേരളമെന്ന് ഇവാൻ ആശാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഈ മാനേജ്മെന്റ് ഉള്ളപ്പോൾ ഇവാൻ ആശാനല്ല ആര് വന്നിട്ടും കാര്യമില്ല. ആദ്യം മാനേജ്മെന്റ് മാറണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റേഡിയങ്ങളിൽ പോയി കളി കാണുന്നത് ഒഴിവാക്കലാണ്. കാലിയായ സ്റ്റേഡിയത്തിൽ പ്രതിഷേധങ്ങൾ അറിയിച്ചുള്ള ബാനറുകൾ നിറയ്ക്കുക തുടങ്ങി പ്രതിഷേധങ്ങൾ ശക്തമായി അറിയിക്കണം. അപ്പോൾ കാര്യങ്ങൾ വഴിക്ക് വന്നോളും. മഞ്ഞപ്പടയ്ക്ക് ഇപ്പോൾ വെളിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധങ്ങൾ മാത്രം അറിയിച്ചിട്ട് കാര്യമില്ല. പ്രതിഷേധങ്ങൾ പുറത്താണ് കാണിക്കേണ്ടത്. അതിന് മഞ്ഞപ്പട ഏമാന്മാർ തയ്യാറാകണം. എന്നാലേ പുതിയൊരു മാനേജ്മെന്റിന്റെ കീഴിൽ ഇവാൻ ആശാൻ വന്നാലും മികച്ചൊരു ഭാവി ഇനി പ്രതീക്ഷിക്കാനാകൂ. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.